കൂട്ടുകാരെ, ആർ യു റെഡി? സാറേ, സൂപ്പർ. മക്കളെ, ആർ യു റെഡി? വാവ് സാറേ, കിടുവാണല്ലോ കൂട്ടുകാരെ, സൂപ്പർ. മക്കളെ, ആർ യു റെഡി? വാവ്, ഓക്കേ, യെസ്. അപ്പോൾ മാജിക്കിൻ്റെ വിസ്മയ ലോകത്തേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ VBSൻ്റെ തീം എന്താണ്? മൈ കോമ്പസ് എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ വഴികാട്ടി അല്ലേ. അപ്പോൾ കഴിഞ്ഞ 5 ദിവസങ്ങളെ നമ്മൾ മനോഹര VBS ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല പാട്ടുകൾ, കഥകൾ, ആക്ഷൻ സോങ്ങുകൾ എല്ലാം നമ്മൾ പഠിച്ചു. ഇനി തുടർന്ന് ചില എന്താണ് മാജിക് ഇഷ്ടമുള്ള കൂട്ടുകാർ കൈ ഉയർത്തിക്കേ. വാവ്, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം ഒട്ടും വൈകുന്നില്ല, ആദ്യം മാജിക്കിൽ കിടക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ സ്മാർട്ടാണോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കൂട്ടുകാരെ എന്ന് വിളിക്കും, വിളി കേൾക്കണം. റെഡിയാണോ കൂട്ടുകാരെ? വാവ്, സൂപ്പർ. അപ്പം ഞാൻ എങ്ങനെയാണ് വിളിക്കുന്നത് അതുപോലെ വിളി കേട്ടാൽ മതി. ഓക്കെ, ഞാൻ പതുക്കെ വിളിച്ചാൽ എങ്ങനെ വിളി കേൾക്കും? ഉറക്കെ വിളിച്ചാൽ? ഞാൻ ദേഷ്യപ്പെട്ട് വിളിച്ചാൽ? ഞാൻ കരഞ്ഞോട്ട് വിളിച്ചാൽ? ഞാൻ ഇങ്ങനെ വീണോട്ട് വിളിച്ചാൽ? കൂട്ടുകാരെ, 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 കൂട്ടുകാരെ. വാവ്, സൂപ്പർ. ഇത്രയും സ്മാർട്ടായിട്ടുള്ള മിടുക്കരായ കൂട്ടുകാരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒട്ടും സമയം വൈകുന്നില്ല. ആർ യു റെഡി? യെസ്. അപ്പോൾ ഇവിടെയുള്ള പ്രിയ സന്തോഷ് പാസ്റ്റർ, ഫാമിലി, ഇവിടെയുള്ള മറ്റെല്ലാ സാറുമാർക്കും എല്ലാ കൂട്ടുകാർക്കും സ്നേഹനത്തെ അറിയിക്കുന്നു. അപ്പോൾ മാജിക്കിനേക്കാൾ ഉപരി മാജിക്കിലൂടെ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. റെഡിയാണോ? അപ്പോൾ ചില മാജിക്ക് ഞങ്ങൾ കൂട്ടുകാരെ വിളിക്കും, വരുമോ? റെഡിയാണോ? യെസ്. നമ്മൾ സമയം ഒട്ടും വൈകുന്നില്ല, നമ്മുടെ ആദ്യ മാജിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരെല്ലാം നല്ല സുന്ദരി സുന്ദരന്മാരാണല്ലേ, മിടുക്കരല്ലേ, സ്മാർട്ടല്ലേ? യെസ്. പക്ഷേ എന്നും നമ്മളിതുപോലെ നമ്മുടെ ആയുസ് തിരിക്കുമോ? ഇല്ല. എന്ത് സംഭവിക്കും? കുറേ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും അല്ലേ. നമ്മളെ കാണാനുള്ള ഭംഗിയൊക്കെ പോകും, നമ്മുടെ മുടിയൊക്കെ നരയ്ക്കും, പല്ലൊക്കെ കൂടി നമ്മൾ ആരായി മാറും? അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരായി മാറും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ആദ്യ മാജിക്കിൽ പോവുകയാണ്. നിങ്ങൾ നോക്കുക, എൻ്റെ ഇവിടെ ഇതെന്താണ്? മനോഹരമായ കുറച്ച് ഗിൽറ്റ് പേപ്പർ അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ സൂചിപ്പിക്കുകയാണ് ഈ കാണുന്ന ഗിൽറ്റ് പേപ്പർ. പക്ഷേ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. കുറച്ച് കാലോടെ കഴിയുമ്പോൾ നമ്മൾ ആരായി മാറും? അപ്പൂപ്പന്മാർ അമ്മൂമ്മമാരല്ലേ. ഇതുപോലെ വടിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആരായി മാറും? മക്കളെ എന്നെ അതുകൊണ്ട് ശേഷം എന്ന് ചോദിക്കുന്ന അമ്മൂമ്മമാരും അപ്പൂമ്മരായി മാറും അല്ലേ. പക്ഷെ ഓർക്കുക, വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട്, നിൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മക്കളോട്, കൂട്ടുകാരോട് എനിക്ക് പറയാനൊന്നു മാത്രം, നമ്മുടെ ഈ നല്ല കാലഘട്ടം ആർക്ക് വേണ്ടി ജീവിക്കണം? യേശുവിൻ്റെ നല്ല മക്കളായി ജീവിക്കണം. നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? യെസ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞങ്ങൾ ഓർപ്പിക്കുന്നു, ഇവിടെ മാജിക് കാണിക്കുന്ന സമയത്ത് കൂട്ടുകാർ ദയവായി സംസാരിക്കരുത്. സംസാരിച്ചാൽ ഞങ്ങൾ മാജിക് കാണിക്കാൻ പറ്റത്തില്ല. സംസാരിക്കുമോ? സംസാരിക്കുമോ? അപ്പം ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ശബ്ദം എടുത്തേ ആന്ന് വെച്ചേ. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ശബ്ദം കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കണം കേട്ടോ. വാവ്, ഇത്ര സൈലൻറ്റ്. ഇതുപോലായിരിക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോൾ ശബ്ദം എടുത്താലും ഇങ്ങനെ കാണിക്കുമ്പോൾ എങ്ങനെ ചെയ്യും? മിണ്ടാതിരിക്കണം. ഇങ്ങനെ കാണിച്ചാൽ വാവ്, സൂപ്പർ. അപ്പോൾ നമ്മൾ അടുത്ത മാജിക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ മാജിക് ഷോ വളരെ സിമ്പിളായി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി എൻ്റെ കയ്യിൽ ഇതെന്താണ്? മനോഹരം ഒരു റിബണുണ്ട്. എത്ര റിബണുണ്ട് എൻ്റെ കയ്യിൽ? എത്ര എണ്ണമുണ്ട്? ഒറ്റ റിബൺ അല്ലേ. നമുക്കറിയാം ആദ്യ മാതാപിതാക്കൾ ആരായിരുന്നു? നമുക്കറിയാം ആരായിരുന്നു?
ആദാമും ഹവ്വയും ദൈവം അവരെ സൃഷ്ടിച്ചൊരു തോട്ടത്തിലാക്കി. തോട്ടത്തിലാണ്, ഏദൻ തോട്ടത്തിലാക്കി. പക്ഷെ എപ്പോഴാണ് അവർ ദൈവത്തിൽ നകന്നു പോയത്? പാപം ചെയ്തപ്പോൾ, തെറ്റ് ചെയ്തപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ അല്ലേ? അപ്പോൾ ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വരുമ്പോൾ, പാപം കടന്നു വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ദൈവത്തിൽ നാം അറിയാതെ അകന്നു പോകും അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു മാജിക്കിലൂടെ കാണാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ മാജിക് ഷോ മനോഹരമായി റിബൺ നടുവേ മുറിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ സന്തോഷ് പാസ്റ്റർ മുന്നോട്ട് ക്ഷണിക്കുന്നു. നല്ലൊരു കൈഡി കൊടുത്ത പാസ്റ്റർ, നല്ലൊരു കൈഡി കൊടുക്കുന്നു. അപ്പോൾ നോക്കുക, ഇപ്പോൾ എന്ത് സംഭവിച്ചു? രണ്ടായി. നമ്മുടെ മാജിക് ഷോ വളരെ സിമ്പിളായി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആ റിബൺ മുറിഞ്ഞപ്പോൾ എന്തായി സംഭവിച്ചു? രണ്ടായി മാറി. നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലേക്ക് മടങ്ങി വരാം. ആദാമും ഹവ്വയും അല്ലേ, ദൈവം അവരോട് സ്നേഹിതരോടെന്ന പോലെ ഇടപെട്ടു. പക്ഷെ പാപം ചെയ്തപ്പോൾ, തെറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവവുമായിട്ടകന്നു, ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥയിലായി അല്ലേ? അപ്പോൾ നോക്കി, ഞാൻ ഈ രണ്ട് റിബണൊന്ന് ചേർത്ത് കെട്ടാൻ പോവാണേ. നമ്മുടെയൊക്കെ പാപത്തെ ഇല്ലാതാക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നതാരാണ്? യേശു കർത്താവ് അല്ലേ? അപ്പോൾ നോക്ക്, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ രണ്ട് റിബൺ ഞാൻ ചേർത്ത് കെട്ടുകയാണ്. യേസ്. അപ്പോൾ നോക്കുക, ഇപ്പം എന്ത് സംഭവിച്ചു? അത് രണ്ടും ഒന്നായി. പക്ഷെ ആദ്യത്തെ പോലെ മനോഹരമാണോ? അല്ല. അത് ചേർത്ത് കെട്ടിയപ്പോൾ അതിന് നടുവിൽ ആ ചേർത്ത് കെട്ടിയ കെട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിതാ കാണാം, യഥാർത്ഥം യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഈ ടീം ഏതാണ്? ഈ ടീം ഏതാണ്? ഗേൾസിൻ്റെ ഇല്ല, പേരിട്ടിട്ടില്ല, ഇല്ല. അപ്പോൾ നമ്മുടെ മിടുക്കിയ കൂട്ടുകാരികളുടെ ഈ ഭാഗത്ത് ആദ്യം കൈ ഉയർത്തുന്ന ഒരാൾ ഓടി വരുന്നു. യെസ്, ഓടി വരുന്നു. ഒരാദ്യം കൈ ഉയർത്തിയ മോൾ ഓടിവാ, 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 എഴുന്നിട്ട് വാ. യെസ്, നല്ലൊരു കൈയടി കൊടുത്ത ഒരാൾ ഓടി വരുന്നു. രണ്ടുപേരും വന്നോ? എവിടെ പോയി? ആ, ഇവിടെ ഉണ്ടോ? ഇപ്പുറത്ത് വാ കേട്ടോ. ഓക്കെ, മോളുടെ പേരെന്താണ്? ജമീമയ്ക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ജമീമയ്ക്ക് നല്ല ഇവിടെ പിടിച്ചോണം. ഇനി എനിക്ക് എവിടെ പിടിച്ചോ? മുറുക്കെ പിടിച്ചോണം. എനിക്ക് ഇവിടെ നിന്ന് ആദ്യം കൈ ഉയർത്തൊരു മിടുക്കനെ കൂട്ടുകാരൻ ആവശ്യമാണ്. ആരാണ്? ആ, ഓടി വരുന്നു. ഓടിവാ, ഓടിവാ. യെസ്, ഒരാൾ. ഓക്കെ, മോനെ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ, മോൻ്റെ പേരെന്താണ്? ഉയർത്തി പിടിച്ചോ. ജമീമ ആരോണാണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് നീങ്ങുന്നു മോളെ, അങ്ങ് നീങ്ങുന്നു. അപ്പോൾ നമ്മൾ കാണാൻ പോവാണ്, നമ്മൾ മുറിച്ച റിബൺ എന്ത് സംഭവിച്ചു അല്ലേ? പാപത്താൽ നിറയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് മാറ്റം സംഭവിക്കും? ആരോൺ റെഡിയാണോ? ജിമ്മമ്മ റെഡിയാണോ? കൂട്ടുകാർ റെഡിയാണോ? യെസ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. നല്ലൊരു കൈയടി കൊടുത്ത് രണ്ട് കൂട്ടുകാർക്കും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? ആ റിബൺ ഒന്നായി മാറി അല്ലേ? വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഓർക്കുക, നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് യേശു കർത്താവ് കടന്നു വരുമ്പോൾ പാപത്താൽ നിറയപ്പെട്ട നമ്മുടെ ജീവിതം എങ്ങനെയായി തീരും? മനോഹരമായി തീരും. അപ്പോൾ യേശു കർത്താവിനെ നമ്മുടെ കൂടെ കൂട്ടാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? യെസ്, അതിനായി അടുത്തൊരു മാജിക്കിലേക്ക് പോവുകയാണ്. റെഡിയാണോ? നമുക്കറിയാം, 2-3 വർഷം മുമ്പ് നമുക്കിതുപോലെ VBSന് വരാൻ കഴിഞ്ഞില്ല. കാരണം എന്തായിരുന്നു? ഉറക്കെ പറഞ്ഞേ. കൊറോണ. നമുക്ക് ചർച്ചിൽ പോകാൻ കഴിഞ്ഞില്ല. കാരണം നമുക്ക് ടൂർ പോകാൻ കഴിഞ്ഞില്ല. കാരണം നമുക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. കാരണം പക്ഷേ ഈ സമയത്ത് പഠിക്കാൻ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ഒരു ഉപകരണം, അതിൻ്റെ പേരെന്താണ്? കൊറോണയോ? എന്താണ് പറഞ്ഞേ? മൊബൈൽ ഫോൺ. ഇത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഗെയിം കളിക്കാൻ അല്ലേ? സത്യസന്ധരായ കൂട്ടുകാരോടെ ഉണ്ട്. സാറേ സമ്മാനം കൊടുക്കണം കേട്ടോ. സത്യം പറഞ്ഞത്, ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ഒരുപാട് ദുശീലങ്ങൾ കടന്നു വന്ന കാലഘട്ടമാണ് കോവിഡ് എന്ന കാലഘട്ടം അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ഇത്തരം ദുശീലങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? അടുത്ത മാജിക്കിലൂടെ കാണാൻ പോകുന്നു. റെഡി? യെസ്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ല ദാഹമുണ്ട്. അങ്കിൾ ഈ കോളേജിൽ നിന്ന് കുടിച്ചോട്ടെ? ആർക്കെങ്കിലും വേണോ? വേണ്ടവരുന്ന് കൈ ഉയർത്തിക്കേ. 1 2 8 10 12 15 25 35 പേർക്ക് ഉയർത്തി പിടിച്ചോണം കേട്ടോ, ശരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കോള കുടിക്കുന്ന ആരോഗ്യത്തിന്. എന്നിട്ടാണോ താന്നും പറഞ്ഞ് നിൽക്കുന്ന കൈതാത്തിയിട്ട് എല്ലാവരും. അപ്പോൾ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്കിളും ഇത് കുടിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബാഡ് ഹാബിറ്റിനെ പ്രദാനം ചെയ്യാണ് ഈ കാണുന്ന കോള. ഇതെന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദുശീലങ്ങൾ. ഇതിനിവിടെ ഇല്ലാതാണ് എന്ത് ചെയ്യണം? ഒന്ന് ഞാൻ കുടിക്കണില്ലേ, കൂട്ടുകാർക്ക് നല്ലതല്ലെങ്കിൽ പുറത്തേക്ക് വലിച്ചിടണം. അല്ലാതെ വല്ല മാർഗമുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിത് കോള ഇവിടെ വെക്കുകയാണ്.
അല്ലെങ്കിൽ ഇവിടെ ശൂന്യമായൊരു കുഴലുണ്ട്. ഞാൻ ഇതുകൊണ്ട് ഇതിനെ മൂടാനായിട്ട് പോവുകയാണ്. ഓക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ബാഡ് ഹാബിറ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ചില നല്ല കാര്യം കൊണ്ട് മൂടി വെക്കും അല്ലേ? അപ്പോൾ നോക്ക്, എൻ്റെ ഇവിടെ മനോഹരമായ വെൽവെറ്റിൻ്റെ ഒരു ടവലുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല വശങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നോക്ക്, ഞാൻ ഇതുകൊണ്ട് ഇത് കോള ബോട്ടിൽ നിന്ന് മൂടാൻ പോവാണ്. റെഡി? നിങ്ങളോട് ചോദിക്കട്ടെ, കോള ഇവിടെ ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ഇവിടെ കൂട്ടുകാരികൾ എന്ത് പറയുന്നു? ഇല്ല. നിങ്ങളെന്ത് പറയുന്നു? ഉണ്ടോ ഇല്ലയോ? ആരൊക്കെയോ ഉണ്ടില്ല എന്ന് പറയുന്നു. നമ്മൾ ആരും ഉണ്ടിട്ടില്ല, ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബാഡ് ഹാബിറ്റ്. അതിനെ നല്ല കാര്യം കൊണ്ട് മൂടി വെച്ചാൽ ബാഡ് ഹാബിറ്റ് ഇല്ലാതെ നമുക്ക് നോക്കാം. യെസ്, നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ അവിടെ അവശേഷിക്കുകയാണല്ലേ. നിങ്ങളെ ചിലർ പറഞ്ഞ് ശരിയാണ്, അതിനെ ഒരിക്കലും അവിടെ നിന്ന് മാറ്റാൻ കഴിയും. എന്നാൽ എങ്ങനെയാണ് ഇതിനെ മാറ്റാൻ കഴിയും? ഒരു നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കണ്ണിമ ചിമ്മാതെ വളരെ സൂക്ഷ്മയുടെ ഇതിലേക്ക് നോക്കുക. നമുക്ക് നോക്കാം. റെഡി? 1 2 3. ഹലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദുശീലങ്ങൾ എന്ത് ചെയ്യണം? ചെവിക്കകത്ത് അടിച്ചു കയറ്റണോ? എന്ത് ചെയ്യണം? അതിനെ മാറ്റണം. എനിക്കിപ്പോൾ കോള കുടിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താണ്? കോള ബോട്ടിൽ അവിടെ ഇല്ല എന്ന് തന്നെ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇത്തരം ദുശീലങ്ങളോട് വിട പറയാൻ തയ്യാറായാൽ ഇവിടെ ഇരിക്കുന്ന കൂട്ടം ഒരുപക്ഷെ മൊബൈൽ ഫോണിൽ ഗെയിമുകൾ കളിക്കുന്നവരായിരിക്കാം. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ കാണുന്ന ചേട്ടന്മാരോ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പദാർത്ഥം തന്നിട്ട്, മോനെ ഇതൊന്ന് കഴിച്ചു നോക്ക്, നിനക്ക് ആകാശത്തോട് പറന്ന് കിടക്കാൻ കഴിവ് കിട്ടുമെന്ന് പറയും. കിട്ടുമോ? ഒരിക്കലുമില്ല. പക്ഷേ ഇത്തരം ദുശീലങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആത്യന്തികമായി നമ്മെ കീഴ്പ്പെടുത്തും അല്ലേ? നമ്മളതിന് അഡിക്റ്റായി മാറും. അതുകൊണ്ട് കൂട്ടുകാർ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യം നാം പോലും അറിയാതെ നഷ്ടപ്പെടുന്നത്? അടുത്ത മാജിക്കിലൂടെ കാണുന്നു. മക്കളെ, ആർ യു റെഡി? കാണുന്നുണ്ടല്ലോ. 1 2 3 4. ഈ 4 റിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ. ഇവിടെ ശ്രദ്ധിച്ചേ നോക്ക്, നല്ല സ്ട്രോങ് റിങ്ങാണ്. ഓക്കെ. പക്ഷേ നോക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു ദുശീലങ്ങൾ കടന്നു വരുമ്പോൾ നാം പോലും അറിയാതെ എങ്ങനെയാണ് അടിമത്തത്തിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം. റെഡി? 1 2 3. നോക്കുക, 4 റിങ്ങിൽ 2 അതിൽ ചേർന്നിരിക്കുകയാണല്ലേ. നമ്മുടെയൊക്കെ ജീവിതം സ്വാതന്ത്ര്യമുള്ളതാണ്. പക്ഷേ നാം അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുകയാണ്? നാം അതിൻ്റെ അടിമത്തത്തിലേക്ക്, സാത്താൻ്റെ അടിമത്തത്തിലേക്ക് വഴുതി വീഴുകയാണ്. പ്രിയ പാസ്, ഒന്ന് മുന്നോട്ട് വരാം. ഇതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും സ്ട്രോങ് ആണ്, എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മുടെ പാസങ്ങൾ നല്ലൊരു കൈഡി കൊടുത്തേ. എന്ത് സംഭവിച്ചു? നാം പോലും അറിയാതെ പാപത്തിൻ്റെ അടിമത്തത്തിൽ, ലഹരിയുടെ അടിമത്തത്തിലേക്കൊക്കെ വഴുതി വീഴാൻ സാധ്യതയുണ്ട് അല്ലേ? 3ാമത്തെ റിങ് ഞാൻ കയ്യിലെടുക്കുന്നു. എന്ത് സംഭവിക്കുന്നു? റെഡി? 1 2 3 സ്റ്റാർട്ട്. ലാസ്റ്റ് റിങ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ അവസാനത്തത് അല്ലേ? നോക്കുക, നമ്മുടെ സ്വാതന്ത്ര്യം ഇങ്ങനെ പോയി എന്ത് ചെയ്യും? ഓരോന്നോരോ നഷ്ടപ്പെടും അല്ലേ? അവസാന റിങ് കയ്യിലേക്ക് എടുക്കുന്നു. എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്ത് സംഭവിച്ചു? ആ റിങ്ങുകളെല്ലാം ഒന്നിച്ചൊന്ന് ചേർന്ന് നിൽക്കുന്നു അല്ലേ? അപ്പോൾ ഓർക്കുക, നമ്മുടെ സ്വാതന്ത്ര്യം നാം പോലും അറിയാതെ നഷ്ടപ്പെടും. ദുശീലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, മൊബൈൽ ഫോണിൻ്റെ ഗെയിമുകൾ കടന്നു വരുമ്പോൾ, ലഹരിയുടെ ഉപയോഗം കടന്നു വരുമ്പോൾ നാം പോലും അറിയാതെ എന്ത് ചെയ്യും? അതിൻ്റെ അടിമത്തത്തിലേക്ക് വഴുതി വീഴും. അതുകൊണ്ട് ഇവിടെയുള്ള പ്രിയ കൂട്ടുകാരോട് പറയട്ടെ, ഒരിക്കലും ഇത് നമ്മെ സ്വാധീനിക്കരുത്. മക്കളെ, നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികൾ ആരാണ്? നമ്മൾ തന്നെ അല്ലേ? എന്നോ തുടങ്ങി വെച്ച ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഒരു ദുശീലമായിരിക്കും നമ്മെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പക്ഷേ നമുക്ക് യഥാർത്ഥമായിട്ട് സ്വാതന്ത്ര്യം നൽകാൻ കഴിയുന്ന ആരാണ്? യേശു കർത്താവ് അല്ലേ? അപ്പോൾ നോക്കുക, അതെങ്ങനെ സാധ്യമാകുന്നു? നമുക്ക് നോക്കാം. റെഡി? 1 2 3.
രണ്ട് റിങ് അതിൽ റിലീസായില്ലേ? അവസാനത്തെ 2 റിങ് കൂടി ഞാൻ കയ്യിലേക്ക് എടുക്കുന്നു. എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. റെഡി? എന്ത് സംഭവിച്ചു? 1 2 3 4 ആ 4 റിങ്ങുകളും പഴയതുപോലെ മാറിയല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ഇതുപോലെ സ്വാതന്ത്ര്യത്തിലാക്കുവാൻ ആർക്ക് കഴിയും? യേശു കർത്താവിന് കഴിയും അല്ലേ? വിശുദ്ധ ബൈബിൾ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് യേശുവിൻ്റെ മകനായി മകളായി യേശുവിൻ്റെ മക്കളായി തീരാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, നമ്മൾ യേശുവിൻ്റെ മകനാണ് മകളാണ്, യേശുവിൽ ഒന്നാണ്. പറയാൻ കഴിയുമോ? ഓക്കെ, അടുത്തൊരു മാജിക്കിലേക്ക് നമ്മൾ പോയാണ്. ഇതിനോടകം നിങ്ങളെ കാണാൻ വേണ്ടി ഒരു അതിഥി വരുന്നുണ്ട്. കാണണ്ടേ? കാണണോ? ഇതേ തൊട്ടപ്പുറത്ത് ബസ്സിൽ ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏതാനും നിമിഷം കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്തിച്ചേരും. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ പോകരുത്, ഇങ്ങോട്ട് വരും കേട്ടോ. അതിനു മുമ്പ് നമ്മളൊരു മാജിക് കാണാൻ പോവാണ്. എന്താണ്? നമ്മൾ യേശുവിൻ്റെ മകനാണ് മകളാണ്, നമ്മൾ യേശുവിൽ ഒന്നാണ്. ഇതെങ്ങനെ പറയാൻ കഴിയും? നമ്മൾ കാണാൻ പോകുന്നു. റെഡിയാണോ? ആർ യു റെഡി? യെസ്. പക്ഷേ മാജിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്കിളിന് വിശക്കാൻ തുടങ്ങി. എന്തെങ്കിലും കഴിച്ചോട്ടെ? കുട്ടികൾക്ക് വിശക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. പക്ഷേ അങ്കിൾ ചെറിയ സ്നാക്സ് ഒന്ന് കഴിച്ചിട്ട് അടുത്ത മാജിക്കിലേക്ക് പോകും. കഴിച്ചോട്ടെ? റെഡി? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പപ്സോ ബിസ്ക്കറ്റോ ഒന്നും അല്ല അങ്കിൾ കഴിക്കുന്നത്. ഇതെന്താണ്? കുറച്ച് ഗിൽറ്റി പേപ്പർ. എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതാണ്. കഴിച്ചോട്ടെ? മാലിൽ കോർത്ത മുത്തുകൾ പോലെ അതെല്ലാം ഒന്നായി തീർന്നല്ലേ? നമ്മളും വ്യത്യസ്ത വീടുകളും ചുറ്റുപാടും എല്ലാം കടന്നു വന്നു. പക്ഷേ നമുക്കും പറയാൻ കഴിയും, നമ്മുടെ VBS കഴിയുമ്പോൾ പറയാൻ കഴിയണം, ഞാൻ യേശുവിൻ്റെ മകനാണ് മകളാണ്, യേശുവിൽ നമ്മൾ ഒന്നാണ്. പറയാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ എല്ലാ കൂട്ടുകാരും ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, ദയവായി കൂട്ടുകാരും വീട്ടിൽ ചെന്ന് ഇന്ന് വന്ന് കണ്ട മാജിക്കുകൾ പറഞ്ഞെന്ന് പറയും പ്ലാസ്റ്റിക്കാരും വാരി തിന്നരുത്, ചെവിക്കകത്ത് കുപ്പി അടിച്ച് കയറ്റരുത്. എന്ത് സംഭവിക്കും? ആശുപത്രി പോകേണ്ടി വരും. മാജിക്കിനേക്കാൾ ഉപരി അതിലൂടെ കേട്ട സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മക്കളെ, ആർ യു റെഡി? യെസ്. അപ്പം നിങ്ങളെ കാണാൻ വേണ്ടി ഒരു അതിഥി വരുമെന്ന് പറഞ്ഞല്ലേ? കാണണ്ടേ? അപ്പോൾ നമ്മൾ വിളിക്കാനായിട്ട് പോവുകയാണ്. അതാരാന്നറിയാമോ? അറിഞ്ഞില്ല? ഫാസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? സന്തോഷ് ഫാസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, നമ്മൾ വിളിക്കാൻ പോവാണ്. നിങ്ങളെ കാണാൻ വേണ്ടി ഒരു മിടുക്കിയ ഒരു കൂട്ടുകാരിയാണ് വരുന്നത്. ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരും. അവിടെ ഇരുന്നു. ആ കൂട്ടുകാരുടെ പേരറിയാവോ? അറിയാം. യേസ്, ആ കൂട്ടുകാരുടെ പേരൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സൂസി എന്നാണ്. ഉറക്കെ പറഞ്ഞേ, സൂസി എന്നൊന്ന് ഉറക്കെ വിളിച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഏതാനും നിമിഷം ഞങ്ങൾ സൂസി എത്തിച്ചേരും. റെഡി? 1 2 3 സ്റ്റാർട്ട്. മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ. അതിനു മുമ്പ് നമ്മൾ സൂസി എന്ന് വിളിക്കാൻ പോവാണ്. ഒരു പാട്ടിലൂടെ വിളിക്കാൻ പോകുന്നു. വിളിച്ചേ, സൂസി എന്നൊന്ന് വിളിച്ചേ. അതാ വരുന്നുണ്ട് സൂസി. ഇല്ല, സൂസി പാട്ട് പാടിയെങ്കിലേ സൂസി വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ചേർന്നൊരു പാട്ട് പാടാൻ പോകണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. റെഡിയാണോ? പാട്ട് പാടാൻ റെഡിയാണോ? തൊണ്ടയ്ക്ക് ശരിയാക്കി. സാ സാ ചൂട് സ്വീറ്റായിട്ട് പാട്. സാ സാ എന്നൊക്കെ പാടി അത് അതിൻ്റെ വഴിക്ക് പോകും. ഇച്ചിരിയൂടെ രസകരമായിട്ടൊന്ന് പാടിക്കേ. സാ സൂ
അത്ര മതി. നമ്മൾ പാടാൻ പോകണം. റെഡി 1 2 3 സ്റ്റാർട്ട്. സുസി വാവായോ മോളെ സുസി വാവായോ. ഒന്ന് പാടിക്കേ. ഒന്നോടെ പാടിക്കേ. സുസി വാവായോ മോളെ സുസി വാവായോ. അപ്പോൾ കൂട്ടുകാരെല്ലാം ചേർന്ന പാട്ടൊന്ന് ഉറക്കി പാടിക്കേ. ഉറക്കെ. യെസ്. അപ്പോൾ സൂസിക്ക് അതിലെ വരാനുള്ള വഴി എല്ലാവരും ഒരുക്കി കൊടുക്കണം. എല്ലാവരും ആ ഡോറിൻ്റെ അങ്ങോട്ട് നോക്കി നിന്നേ. ഇപ്പോൾ സൂസി കയറി വരും. റെഡി 1 2 3 സ്റ്റാർട്ട്. സുസി വാവായോ മോളെ സുസി വാവായോ. സുസി വാവായോ മോളെ സുസി. സൂസിക്ക് വഴി ഒരുക്കി കൊടുക്കണം കേട്ടോ. സുസി വാവായോ മോളെ സുസി വാവായോ. സുസി വാവായോ മോളെ സുസി. സുസി വാവായോ മോളെ സുസി വാവായോ. ഹലോ ഹലോ ഹലോ. സൂസി നിന്ന് വിളിച്ചേ. സൂസി ഇഷ്ടപ്പെട്ടോ? നല്ലൊരു കൈഡി കൊടുത്തേ സൂസിക്ക്. അപ്പൊ സൂസി ഇതെന്താ ഇവിടെ പരിപാടി എന്നറിയാവോ? എനിക്കറിയാം. എന്തുവാ? SLVBS ആണ്. സൂസിക്ക് അറിയാവോ? എനിക്കറിയാം, ഞാനും പഠിച്ചിട്ടുണ്ട്. സൂസിയും പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ സൂസി SLVBS പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൂസിക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. സൂസി എന്നൊന്ന് വിളിച്ചേ. എല്ലാവർക്കും സുഖമാണോ എന്ന്? ഓക്കെ. അപ്പോൾ സൂസി നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരാ? പിന്നെ ആരാ? വിദ്യാന്റി അറിയാം. പിന്നെ ആരെല്ലാം അറിയാവോ? ഇനി സൂസിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ആര്? ഫ്രണ്ടോ? എവിടെ? ഫ്രണ്ടാണോ? ആ മോളോ? ഏത്? ആ കിരീടം വെച്ചതോ? ആ കിരീടം വെച്ച് മോളിങ് ഓടി വന്നേ. ഓടി വാ. എങ്ങനെ പരിചയം? ഒരുമിച്ച് പഠിക്കുന്നതാണോ? അമ്പട. ഓടി വാ. ആഹാ. മോളുടെ പേരെന്താ? അയ്യോ, അറിയാവോ? അപ്പോ ഇങ്ങോട്ട് എടുത്ത് വാ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. ഇവിടെ നിന്നോ, പുറത്ത് നിൽക്ക്. സൂസി എത്രാം ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സിലോ? അപ്പോൾ 5ൽ ഒരുമിച്ച് പഠിക്കുന്നതാണോ? ഒരേ സ്കൂളിലാണോ? പക്ഷേ മോൾ എത്രല്ല? 5ല്. സൂസി എത്രല്ല? അപ്പോൾ എന്ത് പറ്റി? ഒരു കൊല്ലം തോറ്റുപോയോ? അയ്യോ, സാരമില്ല. തോറ്റുപോയോ? ഓടാ. പ്രീസി മോൾ തോറ്റായിരുന്നോ? സൂസ് തോറ്റില്ല. പ്രീസി മോൾ തോറ്റോ? അപ്പോൾ ആരോ ഒരാൾ കള്ളം പറയുന്നുണ്ടോ? സൂസിയാണോ പ്രീസിയാണോ? സൂസിയാണോ? സൂസി നീയാണോ? അടാ, ഒരു കാര്യം, ആരുടെ മുഖത്തേക്കാണ് നോക്കുന്നത്, ആരാണോ കരയുന്നത് അവരായിരിക്കും കള്ളം പറഞ്ഞത്. പ്രീസി ഇങ്ങോട്ട് നോക്കിക്കേ. എടാ, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സൂസ് ഞാൻ കരയത്തില്ല. സൂസ് കള്ളം പറയുന്ന നല്ല ശീലമാണോ? അല്ല. പ്രീസിയോട് സോറി പറഞ്ഞേ. സോറി കേട്ടോ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. ക്ഷമിക്കോ? ഓ, പ്രീസി മോൾക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. ഓക്കെ, പോയിരുന്നു. ഗുഡ്. അപ്പോൾ സൂസി, പ്രീസി മോളുടെ അടുത്ത് നീ കള്ളം പറഞ്ഞു. പ്രീസി മോൾ കൂട്ടി ഒന്നിച്ച് പഠിക്കുന്നൊക്കെ പറഞ്ഞു. അല്ലേ? ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ആരാ? ഫ്രണ്ടോ? ഏതാ? നീലുടുപ്പിട്ട ആളോ? രണ്ടാമതിരിക്കുന്ന ആളോ? ഓടി വന്നേ. ഓടി വാ. അമ്പടാ, എങ്ങനെ പരിചയം? എനിക്കറിയാം. എങ്ങനെ പരിചയം? അറിയാവോ സൂസിയെ? മോൻ്റെ പേരെന്താ? ഓടി വാ. പേരെന്താ? അഞ്ചോഷ്. എത്രല്ല പഠിക്കുന്നേ? 6ാം ക്ലാസ്സിൽ. സൂസിക്ക് എങ്ങനെ പരിചയം? എനിക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അയച്ചായിരുന്നു. സൂസിക്ക് മെസ്സേജ് അയച്ചോ? ഇന്നിവിടെ വന്ന കാണാനും പറഞ്ഞു. അമ്പട. കള്ള ചിരി കണ്ടോ അവൻ്റെ? ആണോ? സൂസിക്ക് മെസ്സേജ് അയച്ചോ? അയ്യോടാ. എന്താ പേരെന്താ പറഞ്ഞേ? അഞ്ചോഷ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? സെന്റ് ജോൺസിൽ. സൂസി സത്യമാണേ പറയുന്നത്? അയ്യോ, മറന്നുപോയോ? സൂസിക്ക് മെസ്സേജ് അയച്ചോ? സൂസി, നമ്മുടെ പ്രീസി മോളെ കളിയാക്കിയത് പോലെ ആണെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ല. സത്യമാണോ പറയുന്നത്? സത്യമാണോ?
സൂസ്. യെസ്. നമ്മുടെ അഞ്ജോഷിനോട് കള്ളമാണ് പറഞ്ഞത് എനിക്കറിയാം. ഇത്രയും കൂട്ടുകാരെ മുന്നിൽ വെച്ച് അഞ്ജോഷിനെ കളിയാക്കി സോറി പറഞ്ഞേ പറ്റത്തുള്ളൂ. അടുത്ത് വാ. സോറി കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതോ. എന്നോട് ക്ഷമിച്ചോ? ക്ഷമിച്ചോ? സൂസ്. ഇതിനാണോ നമ്മൾ VBSൽ വരുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതാ സോറി പറഞ്ഞേ പറ്റത്തുള്ളൂ. കൂട്ടുകാരെടുക്കൽ ഒരിക്കലും ഇങ്ങനെ ആരും പെരുമാറരുത്. സോറി പറ കേട്ടോ. സോറി പറ. സോറി കേട്ടോ, എന്നോട് ക്ഷമിച്ചോ? ക്ഷമിച്ചോ? താങ്ക് യു. ഓക്കെ, നമ്മുടെ അഞ്ജോഷ് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ, ഗുഡ്. അപ്പോൾ സൂസി 2ാം തവണയും കള്ളം പറഞ്ഞു. എന്തിനാ സൂസി നീ ഇങ്ങനെ കള്ളമൊക്കെ പറയുന്നേ? കൂട്ടുകാരും ഇങ്ങനെ കള്ളം പറയരുത്. കൂട്ടുകാരും ഇങ്ങനെ കള്ളം പറയരുത് പറയാൻ വേണ്ടിയിട്ടാണ് സൂസി പറഞ്ഞത്. അപ്പോൾ സൂസിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. യെസ്. അപ്പോൾ സൂസി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നീ എന്താ പഠിപ്പിക്കുന്നേ? എനിക്കറിയത്തില്ല. അയ്യോ, അറിയത്തില്ലേ? ഒരു വചനം ഒരു വാക്യം പഠിപ്പിച്ചേ. എനിക്കറിയത്തില്ല നമ്മളെ. ഇത് ഞാൻ ഇന്നാൾ പഠിപ്പിച്ചില്ലായിരുന്നു. ശരി ശരി ശരി. അപ്പോൾ സൂസി നിങ്ങൾക്ക് നല്ലൊരു വചനം പഠിപ്പിക്കാൻ പോകണം. റെഡിയാണോ? ആര്? ആര്? ജോസങ്ങളൊക്കെ. ജോസങ്ങളെ അറിയാവോ? ആ കൂട്ടുകാരാണോ? അവരിവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അവരെ സൂസിക്ക് അറിയാലേ. അപ്പോൾ സൂസി നല്ലൊരു വാക്യം പഠിപ്പിക്കുവാണേ. സൂസിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. അയ്യോ, അങ്ങനെ തൂങ്ങി നിൽക്കില്ല, വീഴുമെന്ന്. സൂസി നീ കൂട്ടുകാരുടെ ചൂടാവരുത് കേട്ടോ. ഓക്കെ, പഠിപ്പിക്കാൻ പോണേ. ശ്രദ്ധിച്ചോണം. ഉറക്കെ പറഞ്ഞേ. 23 ഇടയനാകുന്നു. സോറി സോറി സോറി, ഞാൻ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. എന്തോ ഞാൻ മറന്നുപോയി. അങ്ങളെ ഒന്ന് പറഞ്ഞു തരാമോ? ബാക്കി പറഞ്ഞു തരാമോ? പറഞ്ഞതോ? താങ്ക് യു. ഞാൻ പറഞ്ഞോളാം. ഞാൻ സങ്കീർത്തനം ഉറക്കെ പറഞ്ഞേ. അവിടെ പോയി ഇരുന്നേ. കൂട്ടുകാരോട് വാക്യം പഠിപ്പിക്കാനാണ് വഴക്കുണ്ടാക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. സങ്കീർത്തനം 23 യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പഠിച്ചോ? ആദ്യം കൈയുയർത്തുന്ന ഒരാൾ ഓടി വരുന്നു. ആ മോൻ, ആദ്യം ഇരിക്കുന്ന മോൻ ഓടി വരുന്നു. ഓടി വാ. ആദ്യം ഇരിക്കുന്നു, ഓടി വാ. നല്ലൊരു കൈയ്യടി കൊടുക്കുന്നു. അപ്പോൾ സൂസിയെ കാണാനായിട്ട് വാക്യം പഠിച്ചോ? എന്തായാലും സൂസി എന്തോ പറയാൻ പോവാ. ശ്രദ്ധിച്ചേ, സൂസി എന്തോ പറയാൻ പോവാ. മോൻ്റെ പേരെന്താ? അയ്യോ, സൂസ് എന്തിനാ വന്നേ? വാക്യം പറയാനാണോ? അല്ലേ? പഠിച്ചോ? സൂസി പഠിപ്പിച്ച വാക്യം പറ. സങ്കീർത്തനം 1:1 യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടായില്ല. ഓക്കെ, നല്ല കൈയ്യടി കൊടുത്തേ. അപ്പോൾ സൂസി ഇനി നമ്മൾ പറഞ്ഞു വിടാൻ പോവാണ്. റെഡിയാണോ? പറഞ്ഞു വിടാം. എടാ, സൂസി പോകത്തില്ലെന്ന്. എന്താ ചെയ്യുന്നേ? പറഞ്ഞു വിടണോ? അയ്യോ, ഒരു കാര്യം ചെയ്താലോ? സൂസിക്ക് ഒരു പാട്ട് കൂടി പാടാൻ അവസരം കൊടുത്തിട്ട് സൂസിയെ പറഞ്ഞു വിടാം. റെഡി? പാടാം. സൂസി പാടുവോ? സൂസി പാടുവോ? ഏത് പാട്ടാ സൂസി പാടുന്നേ? ക്ലാസിക്കൽ മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം സൂസി പാടാൻ പോവാണ്. ഇഷ്ടമാണോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്താ സൂസി? സാധകം ചെയ്തൊരു കൈയ്യടി കൊടുത്തേ സൂസിക്ക്. സൂസി പാടാൻ പോണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇതാണോ ശാസ്ത്രീയ സംഗീതം? ഇത് കൂട്ടുകാർക്ക് അറിയത്തില്ലേ? ഒന്ന് പാടിക്കേ.
പിന്നെ എങ്ങനെയാ? ഞാൻ പാടി കേൾപ്പിക്കാം, ശ്രദ്ധിച്ചോണേ. കാക്കേ കാക്കേ കൂടെ വീട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് ബൂസ്റ്റ് കൊടുക്കാൻ ഞാൻ, കുഞ്ഞ് കിടന്ന് കരയും. കുഞ്ഞിന് ബൂസ്റ്റോ? മക്കളെ കേട്ടിട്ടില്ലേ? ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. ഓ, അതുകൊണ്ടാണോ? അപ്പോൾ സൂസി മിടുക്കിയാണ്. സൂസി അങ്ങനത്തെ പാട്ടല്ല, നമ്മുടെ VBSന് പാടാൻ പറ്റിയ, കൂട്ടുകാർക്ക് പാടി പഠിക്കാൻ പറ്റിയ നല്ലൊരു പാട്ട്. റെഡിയാണോ? സൂസി പാടണ്ടേ? എന്നെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞാൻ ആ, സൂസി ആദ്യം പാട്ട് പാട്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. പാട്, സാധകം ചെയ്യട്ടെ. പാടിക്കോ സൂസി. കുഞ്ഞു വെട്ടമേ വർണ്ണവട്ടമേ ഉയരങ്ങൾ തേടി നീ പോകുവതെന്തേ? കഴിഞ്ഞോ? ഇല്ല. ആകാശം കാണുവാൻ പോവുകയാണോ നീ? ആകാശക്കാഴ്ചകൾക്ക് എത്ര ഭംഗിയോ, കൗതുകത്തോടെന്നെ നോക്കും പൊന്നു ചങ്ങാതി. ആകാശം കാണുവാൻ പോവുകയല്ല ഞാൻ, ഉയരത്തിൽ വസിക്കും യേശുവെ കാണാൻ. ഉള്ളം കൊതിക്കയാൽ പോവുകയാണ് ഞാൻ. ലാ 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 ലാ. ലാ 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 ലാ. സൂസ് സൂസ്. യെസ്. അയ്യോ, എത്ര റിസ്ക് പിടിച്ച് പാടി. സൂസിക്ക് ഒരു കൈയടി കൊടുത്തേ. യെസ്. അപ്പോൾ നമ്മൾ സൂസിയെ പറഞ്ഞു വിടേണ്ട പോവുകയാണ്. നമ്മൾ ആദ്യം പാടി പാട്ടൊന്ന് പാടിയാലോ? അപ്പോൾ സൂസി ഉറങ്ങിക്കോളൂ. ഏത് പാട്ടാണ്? സൂസി സൂസി വാവായോ എന്ന് പറഞ്ഞാൽ പിന്നെയും വരത്തില്ലേ? എന്ത് പാടണം? സൂസി പോ 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 മോളെ, സൂസി പോ 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 പോ. വേണ്ട വേണ്ട, ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്നെ പറ്റിക്കുന്നു. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. സൂസി പോ 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 മോ. ഹലോ, എല്ലാ കൂട്ടുകാരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം നല്ല മാജിക് കണ്ടു. പിന്നെ ആരെ കണ്ടു? സൂസിയെ കണ്ടു. പക്ഷേ അതിനേക്കാൾ ഉപരി അതിലൂടെ പറഞ്ഞ സന്ദേശങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മളിവിടെ കണ്ടതൊന്നും അത്ഭുതമല്ല, അതിനേക്കാൾ ഉപരി യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതാണ് അത്ഭുതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ നല്ല വഴികാട്ടിയായ യേശുവിൽ ആശ്രയിപ്പാൻ, യേശുവിനെ നോക്കി യാത്ര ദിവസം സഹായിക്കട്ടെ. മക്കളെ ഹലോ ഹലോ, സൂസി ഇഷ്ടപ്പെട്ടോ? മാജിക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.